ഹായ് ഫ്രണ്ട്സ്, ഫൈഫർ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സോളാർ പവേർഡ് പവർ ബാങ്ക് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു സോളാർ പാനൽ, ഒരു 3 വോൾട്ടിൻ്റെ ബാറ്ററി, പിന്നെ ഒരു പീസ് ഓഫ് കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രസ് ബട്ടൺ സ്വിച്ചാണിത്, അതും എടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അലൂമിനിയം ഷീറ്റ്, പിന്നെ ഒരു LED. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം നമ്മളുടെ ആ കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത് നമ്മളുടെ ബാറ്ററി കൊള്ളാൻ പാകത്തിനുള്ളൊരു ബോക്സ് ഉണ്ടാക്കണം. അപ്പോൾ ബാറ്ററി വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് ഒന്ന് മടക്കി ടൈറ്റാക്കി മടക്കാം. എന്നിട്ടൊരു ബോക്സ് രീതിയിലാക്കി എടുക്കണം. അപ്പോൾ ബോക്സ് രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സസ് വരുന്ന ആ ഒരു പീസ് കട്ട് ചെയ്യണം. അപ്പോൾ കത്രിക ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് കെയർഫുള്ളായിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ചാടി നിൽക്കുന്ന ആക്സസ് പീസ് ഒന്ന് കട്ട് ചെയ്യാം. കുറച്ച് നീളം കുറയ്ക്കാനാണ്. അപ്പോൾ നമ്മളതും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് കൂട്ടി ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിച്ചു. ഇനി നമുക്ക് നമ്മളുടെ സോളാർ പാനലിൻ്റെ 2 ടെർമിനലിലും വയർ സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ സോൾഡർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ സോളാർ പാനലിൽ നിന്ന് വരുന്ന എക്സ്ട്രാ 2 വയറുകൾ സ്ട്രിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് അവിടെ ഒന്ന് കണക്ട് ചെയ്യാം. രണ്ട് സൈഡും വയർ കണക്ട് ചെയ്തു. ഇനി നമുക്കതിൻ്റെ പോസിറ്റീവ് ലീഡ് ബാറ്ററിയുടെ പോസിറ്റീവായും ബാറ്ററിയിലെ നെഗറ്റീവുമായും ഒന്ന് കണക്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ പോസിറ്റീവ് ലീഡിൽ ഒരു സ്വിച്ച് കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് അവിടെ 2 വയർ കാണാം. അതിൽ പോസിറ്റീവിൽ നമ്മളുടെ LED പോസിറ്റീവും നെഗറ്റീവുമായി കണക്ട് ചെയ്ത് അവിടെ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സർക്യൂട്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഈ ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ ചെയ്തെടുത്തു. ലൈറ്റ് മുകളിലും ബാറ്ററി സോളാർ പാനൽ ഒരു സൈഡിലും സ്വിച്ച് അപ്പുറത്തെ സൈഡിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മളുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൃത്യം മുകൾ ഭാഗം അടയ്ക്കാൻ പറ്റിയ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്ത് കൃത്യം സെൻറ്ററിൽ ഒരു ഹോൾ ഇടണം. ഒരു സ്ക്രൂ ഡ്രൈവറോ കത്രികയോ യൂസ് ചെയ്ത് കെയർഫുള്ളായിട്ടൊരു ഹോൾ ഇടാം. ഇനി നമുക്ക് നമ്മളുടെ ആ LED പുറത്തേക്ക് എടുത്ത് അല്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് അതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പം സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മളുടെ ആ ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കാം. എല്ലാ സൈഡിലും നമ്മൾ ഗം അപ്ലൈ ചെയ്തു. ഇനി നമുക്കതിൻ്റെ അടിഭാഗം ബാറ്ററി കാണുന്ന ആ ഭാഗം കൂടി കവർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അല്പം ഗം അപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ബാറ്ററിയുടെ പിറകുവശത്ത് വെച്ചൊന്ന് ഒട്ടിക്കാം. നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസുകളാണ്.
രണ്ട് ഭാഗം ക്രോസ് ആയിട്ടുള്ള ഒരു പീസുകളാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പാകത്തിനുള്ള കുറച്ച് അലൂമിനിയം ഷീറ്റും കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ LED ഒന്ന് ഗ്ലോ ചെയ്യുന്നത് ഒന്നുകൂടി പ്രകാശമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ അല്പം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത അലൂമിനിയം ഷീറ്റ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്തു. ഇതുപോലെ 4 എണ്ണവും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂട്ടി ഒട്ടിക്കണം, ഒരു സ്ക്വയർ രീതിയിലാക്കണം. അപ്പോൾ നമുക്ക് അല്പം സൂപ്പർ ഗ്ലൂ ഇട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ 4 സൈഡും ഒട്ടിച്ചു. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ LED ചുറ്റിലും കുറച്ച് അലൂമിനിയം ഷീറ്റ് വെച്ചൊന്ന് ഒട്ടിക്കാം. അതും നമ്മൾ ഒട്ടിച്ചു. നമുക്ക് നമ്മളുണ്ടാക്കിയെടുത്ത റിഫ്ലക്ടർ അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് അല്പം ഗം അപ്ലൈ ചെയ്ത് അതൊന്ന് അവിടെ ഉറപ്പിച്ച് വെക്കാം. ഇപ്പോൾ നമ്മളുടെ ടോർച്ചിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതിൻ്റെ അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് വെക്കാനുണ്ട്. ഇത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്കിതിന് പാകമായിട്ടുള്ള കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ഗം അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിക്കാം. അപ്പോൾ അതും ഒട്ടിച്ചു. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ച് എടുക്കണം. അപ്പോൾ ബ്ലാക്ക് കളർ പെയിൻ്റാണ് ഞാൻ അവിടെ അടിക്കുന്നത്. നമുക്ക് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുണ്ടാക്കിയെടുത്ത ടോർച്ച് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ കണ്ടില്ലേ ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളാണ്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് സോളാർ പാനലിൽ ഉണ്ടാകുന്ന ചാർജ് ബാറ്ററിയിലേക്ക് സ്റ്റോറായി നിൽക്കും. അപ്പോൾ നമുക്കത് രാത്രി സ്വിച്ച് ഓൺ ചെയ്താൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് കിട്ടാൻ ഞങ്ങളുടെ 5 4 Techs എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ.